അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിറോസ് കുന്നംപറമ്പിലാണ്. കുറച്ച് ആളുകൾ വരട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ. ഫാസിൽ താഴെമഠത്തിൽ, ജുനൈദ്, നൗഷാദ്, പ്രതീഷ്, സലീം. ഓക്കെ. അതായത് ജംഷീർ വടഗിരിയിൽ നമ്മുടെ യൂസഫ് കേരള എല്ലാവരും എത്തിയല്ലോ. എന്താണെങ്കിലും നമ്മൾ കൊണ്ടോട്ടി കുഴിമണ്ണ പഞ്ചായത്ത് മുണ്ടുപറമ്പിലുള്ള നമ്മുടെ വട്ടോളി അബ്ദുൽ ഗഫൂറിൻ്റെ കമ്മിറ്റി വേറെ ലെവലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചുരുങ്ങിയ ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കരൾ മാറ്റിവെക്കാൻ വേണ്ടി 40 ലക്ഷം രൂപ കണ്ടെത്താൻ സാധിച്ചു. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് പ്രവർത്തിച്ചു എല്ലാവരും. ഒരു നാട്ടിലും പിരിവിനിറങ്ങാതെ, ബക്കറ്റ് എടുക്കാതെ, തെരുവിലിറങ്ങാതെ സോഷ്യൽ മീഡിയയിലൂടെ വളരെ കൃത്യമായിട്ട് പ്രവർത്തിച്ച് ആ സഹോദരന് വേണ്ടിയിട്ടുള്ള 40 ലക്ഷം രൂപ കണ്ടെത്താൻ വേണ്ടിയിട്ട് വട്ടോളി അബ്ദുൽ ഗഫൂറിൻ്റെ കമ്മിറ്റിയും ഫിറോസിൻ്റെ വാട്സപ്പ് കൂട്ടായ്മയിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും അതുപോലെ തന്നെ എന്നെ കാണുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയത് പറയുക, എനിക്ക് പോലും ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നേരെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് പോലും നിങ്ങളത് ഏറ്റെടുത്ത് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് 40 ലക്ഷം രൂപ കണ്ടെത്താൻ സാധിച്ച് കണ്ടെത്തി കൊടുത്ത് 2 ദിവസം മുമ്പ് തന്നെ അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സർജറി ഡേറ്റ് തീരുമാനിച്ചു. എത്രയും പെട്ടെന്ന് അത് മാറ്റിവെക്കാനുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഇതേ അസുഖം വന്നിട്ട് മരണപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ വട്ടോളി അബ്ദുൽ ഗഫൂറിൻ്റെ കുഞ്ഞ് നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു 5-6 മാസം മുമ്പ് നമ്മൾ കേട്ടൊരു വാർത്തയുണ്ട്. ബക്കറ്റ് വെള്ളത്തിൽ 1.5 വയസ്സുള്ള കുഞ്ഞ് വീണ് മരണപ്പെട്ടത്. അത് അദ്ദേഹത്തിൻ്റെ കുട്ടിയാണ്. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്ത ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് കരൾ രോഗം കൂടി ബാധിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ, എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ സങ്കടപ്പെട്ട് നിന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ആ കൗൺസിലറുണ്ട്, വാർഡ് മെമ്പർ, അദ്ദേഹമാണ് നിരന്തരം എന്നെ വിളിച്ച് ആ ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, കാരണം ഞാൻ അബ്ദുൽ ഗഫൂറിൻ്റെ കിഡ്നി അതുമായി അങ്ങനെ ഇതാണ് സേവ് ചെയ്തിരിക്കുന്നത്, പേരെനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ നിരന്തരമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ് നമ്മളവിടെ എത്തിയത്. ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ. എന്താണെങ്കിലും ഒരുപാട് സന്തോഷം അബ്ദുൽ ഗഫൂറിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച എല്ലാവരോടും. എന്താണെങ്കിലും ഇനിയും നിങ്ങളുടെയൊക്കെ ഇത്തരത്തിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ മറ്റേ കുട്ടിയുണ്ടല്ലോ, ആ ഒരു ഉസ്താദ്, കൊല്ലത്തുള്ള ഹാഫിൽ ബിലാലിൻ്റെ കാര്യം 20 ലക്ഷം രൂപ ബിലാലിന് വേണ്ടിയിട്ടായിട്ടുണ്ട്. 25 ലക്ഷം രൂപയാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. 19-ാം തീയതി എന്തോ ആണ് തോന്നുന്നു ബിലാലിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അക്കൗണ്ട് പ്രവർത്തിച്ചത്. പിന്നീട് അതിൻ്റെ ഗൂഗിൾ പേ എല്ലാം ബ്ലോക്കായി. അക്കൗണ്ട് കൈകാര്യം ചെയ്യാൻ അവിടെ ആർക്കും അറിയാത്തൊരു സാഹചര്യം വന്നു. പുതിയ ആളുകളാണ്. കാരണം നമ്മളൊന്നും ഈ അക്കൗണ്ടൊന്നും നമ്മുടെ കൈകളിലേക്ക് വെക്കുന്നൊരു രീതിയില്ല. അതൊക്കെ കൈകാര്യം ചെയ്യാം ആ നാട്ടിലെ കമ്മിറ്റിക്കാർ, അതല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളൊക്കെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്കത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനുള്ളൊരു പ്രയാസം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇവരെ പോലല്ല, അവിടുത്തെ ആ കുട്ടികളൊക്കെ അത് കൈകാര്യം ചെയ്യാൻ അറിയത്തിൻ്റെ പ്രശ്നം കാരണം 5-6 മണിക്കൂർ കൊണ്ട് തന്നെ അക്കൗണ്ട് ബ്ലോക്കായി. എനിക്ക് തോന്നുന്നു ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് അക്കൗണ്ട് വീണ്ടും ഓപ്പൺ ആയത്. അവിടെ മുതൽ ഈ നേരം വരെ ഏകദേശം 20 ലക്ഷം രൂപയോളം ബിലാൽ എന്ന് പറയുന്ന ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അതിനും നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഒരു 5 ലക്ഷം രൂപ കൂടി കിട്ടിയാൽ ബിലാലിൻ്റെ ഫണ്ടും കൂടി നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കും. കാരണം ഹോസ്പിറ്റലിൽ നിന്നും നമുക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല. കൂടെ ഉണ്ടായിരുന്ന ആള് എന്തോ ഒരു സ്കാനിങ്ങിന് കൊണ്ടുപോകുന്ന വഴിക്ക്, വെന്റിലേറ്ററിൽ നിന്നും സ്കാനിങ്ങിൽ കൊണ്ടുപോകുന്ന വഴിക്കെടുത്ത ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ പറ്റിയത്. അതിനകത്ത് മറ്റൊന്നുമില്ല. പിന്നെ ഉസ്താദുമാരെല്ലാവരും കൂടി സംസാരിക്കുന്ന ഒരു വീഡിയോ മാത്രമാണ്. എന്താണെങ്കിലും ആ ഒരു കുട്ടിയെയും ഏറ്റെടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കബീർ വാക്ക് വീഡിയോക്കെ വാക്കുകൾ നിങ്ങളതിൽ കേട്ടിട്ടുള്ളതാണ്. അവർക്കൊക്കെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. എന്താണെങ്കിലും ആ പ്രിയപ്പെട്ട ഒരു സഹോദരൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു വലിയൊരു ഗുണം എനിക്കും നിങ്ങൾക്കൊക്കെയാണ്. കാരണം ഒരു ഹാഫിലാണ്. മരിക്കുന്നത് വരെ ഒരു പക്ഷേ ആ കുട്ടിയുടെ പ്രാർത്ഥനയിൽ ഞാനും നിങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. എന്താണെങ്കിലും അതിലേക്കും സഹായിച്ച, അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത എൻ്റെ ഈ ഗ്രൂപ്പിൽ എല്ലാവരോടും അതിന് നന്ദി അറിയിക്കുക. 5 ലക്ഷം രൂപ കൂടി ആയാൽ നമുക്കത്
ക്ലോസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പൊന്നാനിയിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏകദേശം 1.5 കോടി രൂപയാണ്, 1,25,00,000 രൂപയാണ് മച്ച മാറ്റിവെക്കലും പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാം കൂടിയായിട്ട് വരുന്നത്. 1,50,000 രൂപയോളം അതിന് വേണ്ടിയിട്ട് ചിലവ് വരും. എന്താണ് ചെയ്യേണ്ടതെന്നൊരു പിടുത്തില്ല. വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരുടെയും ഒരു സഹായം വേണം. കാരണം ആ കുട്ടിയുടെ വീഡിയോ എടുക്കാനൊക്കെ ഞങ്ങൾ ഒരുപാട് പ്രയാസപ്പെട്ടു. വേറൊന്നും കൊണ്ടുമല്ല, ഈ ഒരു അസുഖം വന്നതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് നമ്മളോട് സംസാരിക്കാനോ സഹകരിക്കാനോ ഒക്കെ പെട്ടെന്ന് ദേഷ്യം വരികയും വാശി കാണിക്കുകയും കരയുകയും ആ കുട്ടിക്ക് ദേഷ്യം വന്നാൽ തല കൊണ്ടുപോയി ചുമരിലിടിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു പ്രത്യേകതരം ഒരു രീതിയിലേക്ക് മാറും. അത് ഈ അസുഖത്തിൻ്റെ ഭാഗമാണ്. ഡോക്ടർമാർ പറഞ്ഞത് അങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊക്കെ വലിയ പ്രയാസം നേരിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീഡിയോക്ക് 1.5 കോടി രൂപയോളം കണ്ടെത്തണം. ആ വീഡിയോ അടുത്ത ദിവസങ്ങളിൽ അതുകൂടി പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതിലേക്കൊക്കെ നിങ്ങളൊന്ന് സ്ട്രോങ് ആയിട്ട് എൻ്റെ കൂടെ നിൽക്കണം. അവരതിൻ്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ പേരിലും അമ്മയുടെ പേരിലൊക്കെയാണ് അക്കൗണ്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ടും ആണ് ഇതിൽ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അക്കൗണ്ട് എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് റെഡി ആയതും നമുക്ക് ആ കുട്ടിയുടെ വീഡിയോ പോസ്റ്റ് ചെയ്യും. അതിലേക്കൊക്കെ നിങ്ങളെല്ലാവരും സഹായിക്കണം. അതുപോലെ തന്നെ വരുന്ന ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച നമ്മൾ അരീക്കോടുള്ള ഒരു കരൾ മാറ്റി വെക്കേണ്ട ഒരു കേസ് കൂടി നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലേക്കും ഞാനിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്ക് ഈ ചെങ്ങായിക്ക് ഇതെന്താ അത് എന്ന് തോന്നും. അങ്ങനെയല്ല. അരീക്കോടുള്ളൊരു വീഡിയോയും കരൾ മാറ്റി വെക്കേണ്ടത് കുറച്ച് സീരിയസ് ആണ്. അത് നമ്മൾ ചൊവ്വാഴ്ച ബുധനാഴ്ച പോസ്റ്റ് ചെയ്യും. അതും നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഏറ്റെടുത്ത് അതിലേക്കും കിടക്കണം. കാരണം വേറൊന്നുമല്ല, കുറേ രോഗികൾ എല്ലാ ആശുപത്രികളിലും വെന്റിലേറ്ററിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ഒന്ന് കഴിഞ്ഞ് വേണം മറ്റൊന്നിലേക്ക് പോകാനായിട്ട്. അതിൻ്റെ വലിയൊരു പ്രയാസം അതിൽ നേരിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ വന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം, നിങ്ങളത് ഷെയർ ചെയ്യണം, നിങ്ങളത് ഏറ്റെടുക്കണം എന്നൊക്കെ ഞാൻ എന്നും വന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ, ഇത്തരം ആളുകൾ വിളിക്കുമ്പോൾ ഞാനിപ്പോൾ ലില്ലി എന്ന് പറയുന്ന കൊല്ലത്തുള്ള ഒരു സഹോദരിയുടെ വീഡിയോ ഇന്നലെ കമ്മിറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. നാളെ പോയിട്ട് ആശുപത്രിയിൽ നിന്നുള്ള വീഡിയോ എടുക്കണം. ലില്ലിയുടെ മകള് ഒരു നഴ്സാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് മകളെ പഠിപ്പിച്ചിട്ട് ആ കുട്ടി ജോലിക്ക് പോയി 1 വർഷം ആവുന്നതിന് മുൻപ് ആ കുട്ടിക്ക് തിരിച്ചു വരേണ്ടി വന്ന ഒരവസ്ഥ. ഒരു ദിവസം രാത്രിയിലാണ്, എനിക്ക് തോന്നുന്നൊരു 10-11 മണിക്ക് ലില്ലി എന്ന് പറയുന്ന സഹോദരിയുടെ മകൾ എന്നെ വിളിക്കുക. ഒറ്റ മോളേ ഉള്ളൂ. എന്നെ വിളിക്കുകയാണ്, അമ്മയുടെ അവസ്ഥ വളരെ മോശമാണ് ഫിറോസ് ഖാ, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇവിടെ വേദനിച്ചിട്ട് കിടന്ന് കരയുന്ന ശബ്ദം ഫോണിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. കരയാണ്, രക്തം ഛർദ്ദിക്കുന്നുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, ആശുപത്രിയിലാണെങ്കിൽ പൈസ ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയുടെ ആ ഒരു ദയനീയാവസ്ഥ അതെങ്ങനെ അത് പറഞ്ഞ എന്ന് എനിക്കറിയില്ല. ഒരു അമ്മ ഒരു പക്ഷേ മരിക്കുമെന്ന കണ്ടീഷനിൽ ആ ഒരമ്മ കടന്ന് പടയുമ്പോൾ ചികിത്സിക്കാൻ പൈസ ഇല്ലാതെ എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ നിസ്സഹായമായിട്ട് ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു മോള്. ആ മോളുടെ കരച്ചിൽ കേട്ടിട്ട് ഞാൻ അവരെ വിളിച്ച് പറഞ്ഞത്, നിങ്ങൾ വേഗം എറണാകുളത്തേക്ക് കൊണ്ടുവന്നു, എന്നിട്ട് അവിടെ നിങ്ങൾ ആ ലേക്ക് ഷോർ ആശുപത്രിയിൽ നിങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്തോ, നമുക്കത് ആരെ കൊണ്ടെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്യിപ്പിക്കാം ചികിത്സയുടെ, എന്നിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് ക്ലിയർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അന്ന് എനിക്ക് തോന്നുന്നു പുലർച്ചെ 5-6 മണിക്ക് ആ അമ്മയും കൊണ്ട് രാത്രി കൊല്ലത്തുനിന്ന് പുറപ്പെട്ടിട്ട് അവർ ആശുപത്രിയിലെത്തിയത്. ഇപ്പം അതിൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വീഡിയോയും അക്കൗണ്ട് കാര്യങ്ങൾ റെഡിയായതും അത് ഇട്ട് കൊടുക്കണം. ആ ലില്ലി എന്ന് പറയുന്ന സഹോദരി എന്ത് വില കൊടുത്തും ഞാൻ ഒരുപാട് രോഗികളുടെ കേസുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് എന്താണെന്ന് എനിക്കറിയില്ല. ആ അമ്മയും ആ മകളും അവരുടെ സാഹചര്യങ്ങൾ, വാടക വീട്ടിലേക്കൊക്കെ അങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. നമ്മളൊക്കെ രക്ഷിതാക്കളാണ്, ഞാനൊരു ഉപ്പയാണല്ലോ. സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ നമ്മുടെ ആ ഒരു കുഞ്ഞു മക്കളൊക്കെ നമ്മളെ സഹായിക്കുക, അല്ലെങ്കിൽ എൻ്റെ ഉപ്പയെ രക്ഷിക്കണം, എൻ്റെ അമ്മയെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരാളെ വിളിച്ച് കരയുന്നൊരു സാഹചര്യത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് പോയാൽ ഒരു പക്ഷേ ആ മനസ്സിലേക്കൊക്കെ ഓടിക്കയറിയ ഒരു സാധനം അതൊക്കെയായിരുന്നു. അപ്പോൾ അവരെ അവിടെ ആക്കിയിട്ടുണ്ട്. ആ ലില്ലി എന്ന് പറയുന്ന ഇങ്ങനെ ഒരുപാട് കേസുകൾ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും കഴിയുന്നത്ര നമ്മളത് ഏറ്റെടുത്തിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രശ്നം ഈ അക്കൗണ്ടിൻ്റെയാണ്. അക്കൗണ്ട് ബ്ലോക്ക് ആകുന്നതും ഇതൊക്കെയാണ് വലിയ പ്രയാസമായിട്ട് നേരിടുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ പണിമുടക്കലും ചാരിറ്റി വീഡിയോ ആണെങ്കിൽ റീച്ച് ആകാനും ആളുകളിലേക്ക് എത്താനൊക്കെ വലിയൊരു പ്രയാസമാണ്. ഇപ്പോഴും കാണുന്ന ആളുകൾ ചോദിക്കും, നിങ്ങൾ വീഡിയോ നിർത്തിയോ, കാണുന്നില്ലല്ലോ എന്ന്.
നമ്മൾ ഇത്രയും ചെയ്തിട്ടും ആളുകളിലേക്ക് ഇത് എത്തുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചുരുക്കം. അപ്പം അതുകൊണ്ട് തന്നെ ആ പ്രയാസങ്ങളൊക്കെ മറികടന്നിട്ടും എനിക്കൊപ്പം നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും വലിയൊരു സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഏറ്റെടുക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജാബിർ നിസാമി നമ്മൾ ഈ ചെയ്യുന്ന ഇതുപോലത്തെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് അദ്ദേഹം എത്രയോ രോഗികൾക്ക് വേണ്ടി ഓടി നടന്ന് പ്രവർത്തിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ആ കുഞ്ഞ് നമുക്കറിയാം, ഞാൻ ആ വീഡിയോ ചെയ്ത് ഷാജാൻ നിലമ്പൂർ ആ വീഡിയോ ചെയ്തു. അങ്ങനെ ഞങ്ങളെല്ലാവരുടെയും വലിയൊരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അതിലേക്ക് ഫണ്ടുകൾ വന്നു. അയാൾ ആ കുട്ടിയെ കൊണ്ട് ജാബിർ നിസാമി ബോംബെയിലുള്ള ടാറ്റ ഹോസ്പിറ്റലിൽ ആ കുട്ടിയുടെ ചികിത്സ നടത്തി. പിന്നീട് ചെന്നൈ അപ്പോളോയിൽ ചികിത്സ നടത്തി. അവസാനമായിട്ട് ഇപ്പോൾ ആ കുട്ടിക്ക് വിദഗ്ധമായ ചികിത്സ കിട്ടുന്നത് സിംഗപ്പൂരാണ് എന്ന് ആശുപത്രികളുടെ നിർദ്ദേശപ്രകാരം ആ കുട്ടിയെ കൊണ്ട് സിംഗപ്പൂർ പോയിക്കാണ്. അതായത് ഏകദേശം 10-30 ലക്ഷം രൂപയോളം അദ്ദേഹത്തിന് ഈ ടാറ്റയിലും അതുപോലെ തന്നെ അപ്പോളോയിലും ചിലവായി. ഇനി ബാക്കിയുള്ള പണമായിട്ടാണ് അദ്ദേഹം അങ്ങോട്ട് പോയിരിക്കുന്നത്. അവിടെയും ഏകദേശം വലിയൊരു സംഖ്യ ടെസ്റ്റുകൾക്കും മറ്റുമായിട്ട് ചിലവായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വലിയൊരു പ്രയാസത്തിൽ ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതൊക്കെ നമുക്ക് ഈ വിമർശിക്കാനും അതല്ലെങ്കിൽ ഇതിനെതിരെയൊക്കെ വരാനൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷേങ്കിൽ ഇങ്ങനെയുള്ള രോഗം ബാധിച്ച ഒരു കുഞ്ഞിൻ്റെ വാപ്പയായിട്ട് ഞാനോ നിങ്ങളോ വിമർശിക്കുന്നവർ മാറണം. അപ്പോഴാണ് ആ വാപ്പാൻ്റെ വേദനയും ആ മകൻ്റെ വേദനയും എന്താണെന്നൊക്കെ സ്വയം നമുക്ക് മനസ്സിലാവുള്ളൂ, അല്ലേ? നമ്മുടെ മനസ്സ് വേദനിക്കാൻ, നമ്മുടെ ചങ്ക് പഠിക്കണമെങ്കിൽ, നമ്മുടെ നെഞ്ച് പഠിക്കണമെങ്കിൽ കുടുംബത്തിലുണ്ടാവണം എന്നുള്ളതാണ്. കാരണം കുറേ ആളുകൾ എന്നെ വിളിച്ച് ചോദിച്ചു, അയാൾക്ക് ഫണ്ടായില്ലേ, നിർത്തിക്കൂടെ, പിടിച്ചൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് അത് ആവശ്യത്തിനാകുമ്പോൾ അദ്ദേഹം നിർത്തിക്കോളും എന്നുള്ള രീതിക്കൊക്കെ എനിക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ ഒരു മകനുമായിട്ട് അദ്ദേഹം ഇങ്ങനെ ഓടി നടക്കണം, എങ്ങനെയെങ്കിലുമൊക്കെ അതിനെ ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കണം എന്നുള്ളതാണ്. എന്താണെങ്കിലും ആ കുട്ടിയുടെ സർജറി അടുത്ത ആഴ്ചത്തേക്ക് പറഞ്ഞിട്ടുണ്ടെന്നോ അങ്ങനെയൊക്കെയാണ് ഞാൻ അറിയാൻ സാധിച്ചത്. എന്താണെങ്കിലും ആ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച സഹായിച്ച എല്ലാവർക്കും അതിൻ്റെ നന്ദിയും സന്തോഷവും ഒക്കെ അറിയിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ആ ഉസ്താദിനെ ജാബിർ നിസാമിയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹം ആ ഒരു കുഞ്ഞും ഇതുപോലത്തെ രോഗം ബാധിച്ച ആളുകളൊക്കെ ആയിട്ട് ഓടി നടക്കുന്ന, അത്തരം ആളുകൾക്കൊക്കെ വേണ്ടി ഓടി നടക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെയൊക്കെ സഹായിക്കാൻ സാധിച്ചതിലും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചതിലൊക്കെ എനിക്കതിയായ സന്തോഷമുണ്ട്. ഞാൻ അദ്ദേഹത്തെ അത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ. ഫൈസൽ കണ്ണൂർ, ഫൈസൽ ഖാൻ്റെ ഒരു പൂച്ചണ്ടൊക്കെ നീട്ടി തരുന്നുണ്ടല്ലോ, കരീം ഇബ്രാഹിം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്താണ്, അനീസ് മോനെ മറക്കാൻ നമുക്ക് കഴിയില്ലല്ലോ ഇല്ലാസ് ബാബ. അതെ, എന്താണെങ്കിലും ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന ഒരു മനുഷ്യനാണ്. ഞാനും അങ്ങനെ ഓടി നടക്കുന്ന മനുഷ്യനാണ്. ചില കമൻറ്റുകളൊക്കെ കാണുമ്പോൾ മാനസികമായിട്ട് നമുക്കൊക്കെ വലിയ പ്രയാസങ്ങൾ നേരിടാറുണ്ട്. കാരണം നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടും നമ്മളെ വിളിക്കാറ്. വേറെ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ താഴെ കുറേ കമൻറ്റുകൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റുകളൊക്കെ ഞാനിങ്ങനെ വായിച്ചു നോക്കുന്നു. കള്ളൻ, അതുപോലെ തന്നെ ഇവിടെ നിന്ന് കുറേ പൈസ ഉണ്ടാക്കി ദുബായിൽ കൊണ്ടുവന്നിട്ട് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരാൾ, ഇതൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ കുറേ വായിച്ചു. അതായത് നമ്മൾ എത്ര സത്യസന്ധതയോട് കൂടിയിട്ട് എത്ര ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രവർത്തിച്ചാലും ഈ മേഖലയിൽ കേൾക്കേണ്ടി വരിക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാനും അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞത് ഇതൊക്കെയാണ്. കാരണം ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരുപക്ഷെ കേൾക്കേണ്ടി വരിക ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെയാണ്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ്റെ ചികിത്സയ്ക്ക്, അവൻ്റെ ജീവൻ രക്ഷിക്കാൻ ഈ പ്രവർത്തനങ്ങളിലൂടെ സാധിക്കുമെങ്കിൽ, എനിക്ക് അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. എന്താണെങ്കിലും അത് ഇന്നും എന്നും ഞാനത് അങ്ങനെ തന്നെ പറയുള്ളൂ. അത് അദ്ദേഹത്തെ മാത്രമല്ല, ഈ ജീവിതം കൊണ്ട് എത്ര ആളുകളെ നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നോ, സഹായിക്കാൻ സാധിക്കുന്നോ, അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ എന്താ പറയുക, വലിയ വലിയ കാര്യങ്ങളാണ്. നമുക്കറിയാലോ, നമുക്ക് രാവിലെ എഴുന്നേൽക്കുന്നു, രാത്രിയാവുന്നു, ഇതിൻ്റെ ഇടയിൽ നമ്മൾ എന്തൊക്കെയോ ചെയ്തു പോകുന്നുണ്ട്, അല്ലേ? ഇതിനൊക്കെ വേണ്ടിയാണോ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഒരു പക്ഷേ ഉത്തരമില്ലാത്ത ചോദ്യമായിട്ട് പോകും. കാരണം നമ്മൾ എന്താ ചെയ്യുന്നത്? രാവിലെ എഴുന്നേൽക്കുന്നു, കുറേ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, ജോലിക്ക് പോകുന്നു, അതല്ലെങ്കിൽ സമ്പാദിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടക്കുന്നു. ഇതല്ല, അതിനേക്കാൾ അപ്പുറത്തേക്ക് നമുക്ക് കിട്ടുന്നത് എന്താണോ അതുകൊണ്ടോ, അതല്ലെങ്കിൽ അല്ലാത്ത രീതിയിലൊക്കെ ഇതുപോലുള്ള മനുഷ്യരെയും കൂടി നമ്മൾ ചേർത്ത് പിടിച്ചിട്ട് ഒരു പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ, ഒന്നില്ലെങ്കിൽ നമുക്ക് കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് ആലോചിക്കുമ്പോൾ ഇത്രയും ആളുകൾക്ക് സപ്പോർട്ടായിട്ട്, സഹായമായിട്ട് നമുക്ക് മാറാൻ സാധിച്ചു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമല്ലേ?
അപ്പോൾ നമ്മൾ അതുകൊണ്ടൊക്കെയാണ് ഇതിൻ്റെ പുറകെ ഇങ്ങനെ ഓടി 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 നടക്കുന്നത്. അപ്പോൾ ഞാൻ എന്താണ് എന്നുള്ളത് ഒരു പക്ഷേ ഈ വിമർശിക്കുന്ന ആളുകൾക്ക് എങ്ങനെയെന്ന് എനിക്കറിയില്ല. കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ പെരിന്തൽമണ്ണ ആ ഭാഗത്ത് നമ്മളൊരു സഹോദരിയുടെ വീഡിയോ ചെയ്ത്, അതിൻ്റെ പേരെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, അവരുടെ പേരെന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ ആ വീഡിയോ ചെയ്തതിൽ ആ സഹോദരി മരണപ്പെട്ടു. എനിക്ക് തോന്നുന്നു 2 വർഷം മുൻപാണ് അവരുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കൊരു പേരെന്തായിരുന്നു, അവരുടെ പേരെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഒറ്റ മിനിറ്റ്. എന്താണ് അവർ പേരെനിക്ക് ഓർമ്മയില്ല, പേര് പറഞ്ഞേ. പെരിന്തൽമണ്ണ എന്താണ് താഴേക്കോട് ഭാഗത്തുള്ളതാണ്. അപ്പോൾ ആ താഴേക്കോട് ഭാഗത്തുള്ള ആ സഹോദരിയുടെ വീഡിയോ നമ്മൾ ചെയ്തു. അവർക്ക് ആവശ്യത്തിനുള്ള ഫണ്ട് വന്നു, അക്കൗണ്ട് ക്ലോസ് ചെയ്തു. സ്വാഭാവികമായിട്ടും ഒരു വീഡിയോയിൽ ഫണ്ട് വന്ന് അക്കൗണ്ട് ക്ലോസ് ചെയ്താൽ ബാക്കി ആ കാര്യങ്ങൾ അതിൻ്റെ കമ്മിറ്റിക്കാരും അതിൻ്റെ കുടുംബങ്ങളൊക്കെ തീരുമാനിച്ചോളും. നമ്മൾ അടുത്ത രോഗിയുടെ അടുത്തേക്ക് പോകും. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്രകൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഇപ്പുറത്ത് കൃത്യമായിട്ട് ആ കമ്മിറ്റി അവർക്ക് ചികിത്സ കൊടുക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. പക്ഷേ അവരുടെ ഡോണർ ക്ലിയർ ആവാതെ, അതിനെന്തോ അവരുടെ ഗ്രൂപ്പിന് എന്തോ ഒരു പ്രത്യേകത പറഞ്ഞു, അങ്ങനെ എല്ലാതും മാച്ചാവൂല. അപ്പം അതുകൊണ്ട് തന്നെ കുറേ 13ഓളം ഡോണർമാർ വന്നു, ടെസ്റ്റുകൾ നടത്തി, അതങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ ലാസ്റ്റ് ഒരു ഡോണറെ കിട്ടി. പക്ഷേങ്കിൽ അവർക്ക് ഹൃദയാഘാതം മൂലം അവർ മരണപ്പെടുകയുണ്ടായി. പക്ഷേ വളരെ മോശമായിട്ടാണ് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുള്ളത്. ഫിറോസ് കുന്നംപറമ്പിലും അതുപോലെ അവരൊക്കെ ആ പണം എന്തു ചെയ്തു, നിങ്ങളത് തിന്നോ, അല്ലെങ്കിൽ നിങ്ങളത് ആ രീതിക്കൊക്കെ ഉള്ള എഴുത്തും കുത്തൊക്കെ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ നമ്മൾ ഇത്ര കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ വിമർശിക്കാനായിട്ട് കുറേ ആളുകൾ ഇങ്ങനെ ഒരുങ്ങി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അവർക്ക് അതിനകത്തൊന്നുമില്ല. അവരെന്തുകൊണ്ട് അത് ഇപ്പോൾ പറയുന്നത് മരണപ്പെട്ടപ്പോൾ ബാലൻസ് ഫണ്ട് ആ കുട്ടി അത് കൊടുക്കുമല്ലോ. മരണപ്പെട്ട് കഴിഞ്ഞു, ഇനി ആ പണം നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ മറ്റു വഴിയിലൂടെ ചെലവഴിക്കരുത്, ആ കുട്ടികൾക്ക് കൊടുക്കണം. ആ കുട്ടികൾക്കുള്ളത് തന്നെയാണ്. അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, അതിൻ്റെ കമ്മിറ്റിക്കാർക്കും അറിയാം. നിങ്ങൾ പറഞ്ഞു തരേണ്ട ഒരാവശ്യമില്ല. ഇത്രയൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി ചെയ്യാൻ നമുക്കറിയൂലേ. അപ്പോൾ അത് കുട്ടികൾക്ക് കൊടുക്കണം എന്ന് ഇവരുടെ ഒരു ഉപദേശമാണ്. അതിന് നിങ്ങളുടെ ഒരു ഉപദേശത്തിൻ്റെ ആവശ്യമില്ല. അത് എന്താണോ അത് കൃത്യമായിട്ട് ചെയ്യാൻ അതിൻ്റെ കമ്മിറ്റിക്കാർക്ക് അറിയാം. കാരണം മഹല്ല് പ്രസിഡന്റും അതല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളും ആ കുടുംബം അടങ്ങുന്ന ആളുകളുള്ള ഒരു കമ്മിറ്റിക്ക് കൃത്യമായിട്ട് ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്യാൻ അറിയൂലേ. സെലീന പുലാമന്താണ് അവിടെയുള്ള സെലീനയുടെ കാര്യം അത് അവർക്ക് അറിയാലോ. അതിന് നിങ്ങളുടെ ഒരു ഉപദേശവും ആവശ്യമില്ല. ഞങ്ങൾ ഏറ്റെടുത്ത കാര്യങ്ങളിൽ എന്ത് ചെയ്യണം എന്ന് അത് അത്തരം ജനങ്ങളെയും കമ്മിറ്റിക്കാരെയൊക്കെ ഉൾപ്പെടുത്തി ചെയ്യാൻ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് ആരെയും അറിയിക്കാതെ പോയി ചെയ്തില്ല. അവിടെ 100 കണക്കിന് ആളുകൾ, ഒരു മഹലിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ, വാർഡിലെ കൗൺസിലർ, ഇത്രയും ആളുകൾ അടങ്ങുന്ന ഒരു കമ്മിറ്റിക്ക് അറിയില്ലേ ആ വന്ന ബാക്കി പണം, മരണപ്പെട്ട രോഗിയുടെ ബാക്കി പണം ആ മക്കൾക്ക് കൊടുക്കാൻ? അതിന് വേറെ ആരെങ്കിലും ഇങ്ങനെ എഴുതി പൊലിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പം ഈ രീതിക്കൊക്കെ അനാവശ്യമായി എഴുതിയും അതല്ലെങ്കിൽ പറഞ്ഞിട്ടൊക്കെ നടക്കുന്ന കുറേ ആളുകൾ വേറെ. ഇതൊക്കെയാണ് ഇതിലൊരു മിച്ചമായിട്ട് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അതെ, കരിങ്കല്ലത്താണ് ആലിപ്പറമ്പിലെ സലീന. ഞാൻ അവരെത്രയോ തവണ അവരെ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ആശുപത്രിയിലേക്ക്, തൃശ്ശൂരിലേക്കും കൊച്ചിയിലേക്കൊക്കെ അവർ ഹോസ്പിറ്റലിലും ഡോക്ടറെ കാണാൻ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ മകൻ പറയുന്നു, ഉമ്മാക്ക് കമ്മിറ്റിക്കാർ നല്ല ചികിത്സ കൊടുത്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അറിയാതെ, ഇതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാതെ വ്യക്തി വൈരാഗ്യം തീർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് ഒരു പക്ഷേ എന്നെയോ അല്ലെങ്കിൽ ആ കമ്മിറ്റിയിൽ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ എഴുതി പിടിപ്പിച്ച് സമൂഹത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ കാണിക്കുന്നത് ഒരു ശരിയല്ലാത്തൊരു ഏർപ്പാടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് മൈൻഡാക്കിയിട്ടേ ഇല്ല. അത് വേറെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കാണാൻ തുടങ്ങിയിട്ട് കുറേ കാലമായല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാനതൊക്കെ ഒരു നെവർ മൈൻഡിൽ വിട്ട കാര്യങ്ങളാണ്. ഞാൻ അന്നും ഇന്നൊക്കെ പറയും, ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് കൃത്യമായിട്ട് ഒരു പക്ഷേ കാണുന്ന കേൾക്കുന്ന ആളുകൾക്ക് അത് ന്യായമാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളെ അന്നും ഇന്നും എന്നും ചെയ്യാറുള്ളൂ. എൻ്റേതായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ എവിടെയും ഞാൻ ഇന്നവരെ അടിച്ചേൽപ്പിച്ചിട്ടുമില്ല. കാരണം കൃത്യമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ 100 കണക്കിന് ആളുകളുള്ള ഗ്രൂപ്പുകളുണ്ട്, കമ്മിറ്റിയുണ്ട്. ഇത്രയും ആളുകൾ ചെയ്യുന്നൊരു കാര്യമാണ്. അതുപോലും അറിയാതെയാണ് പല ആളുകൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിമർശിക്കുന്നവരവരുടെ പണി ചെയ്ത്. ഞാൻ അത്രയേ ഉള്ളൂ. ഇപ്പോൾ കുറഞ്ഞു പോയി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ നിങ്ങളുടെ പണികൾ ചെയ്തോ. കാരണം
അതിപ്പോൾ തടുക്കാൻ കഴിയില്ല. ഈ ചിലർ പറയില്ല രക്തത്തിൽ അലിഞ്ഞതാണെന്നൊക്കെ പറഞ്ഞതുപോലെ ചില ആളുകൾക്ക് ഇതൊരു തൊഴിലാണ്. അപ്പോൾ അവരവരുടെ കാര്യങ്ങളത് അങ്ങനെ പറഞ്ഞു. ഞാൻ യാദൃശ്ചികമായിട്ട് ഇതിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെയൊക്കെ വലിയ രീതിയിലുള്ള ആ ഒരു സപ്പോർട്ട് ഇനിയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം നിങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ ഫണ്ടുകൾ കണ്ടെത്താൻ സാധിച്ചതും ഇതുപോലുള്ള രോഗികളെ നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിച്ചതൊക്കെ. സാബുക്ക് അതാദ്യമല്ല പിന്നല്ല, അതാദ്യമേ ഇല്ല. സത്യമായിട്ടും ഞാനെന്നും പറയുന്നവർ പറഞ്ഞു വെക്കോട്ടെ എന്നും പറഞ്ഞ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കിയിട്ട് ഉണ്ടാതെ പോകുന്ന ഒരാളാണ്. ഇന്നലെ വരെ ചെവി കൊടുത്തിട്ടില്ല, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കാനും പോകണില്ല. കാരണം ഫിറോസ് കുന്നംപറമ്പിൽ ഒറ്റയ്ക്കല്ല ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതും അത് നടപ്പാക്കുന്നതും. എനിക്കറിയാതെ ഇതിനകത്ത് കാണുന്ന 100 കണക്കിന് ആളുകൾ, അതാ എൻ്റെ ഗ്രൂപ്പിനകത്തുള്ള ആളുകളുണ്ട്. അതുപോലെ ആ നാട്ടിൽ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ കാണാറില്ലേ, അവിടുത്തെ കൗൺസിലർ, അതല്ലെങ്കിൽ പള്ളിയാണെങ്കിൽ അവിടുത്തെ മഹല്ല് ഭാരവാഹികൾ, ഇവരൊക്കെ കൂടി എടുക്കുന്ന തീരുമാനങ്ങളാണ് എല്ലാ കാര്യങ്ങളിലേക്കും. അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് എൻ്റേതായിട്ട് എന്നൊരു സാധനം അവിടെ ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോൾ പറയല്ലേ, വീഡിയോ എടുക്കുക, അത് നിങ്ങളുടെ മുന്നിലേക്ക് ഇടുന്നില്ല. അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത് പോലും ആ നാട്ടിലുള്ള ആളുകളാണ്. മനസ്സിലായിട്ടുണ്ട്. അത്രയ്ക്കും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്താൽ പോലും നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നിന്നൊക്കെ ഉണ്ടാക്കിയിട്ട് ദുബായിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് കമൻ്റ് ഇടുന്ന ആളുകളാണ് കൂടുതലുണ്ടാവുക. എന്തുണ്ടാക്കി എന്ത് ഇൻവെസ്റ്റ് ചെയ്തെന്നൊരു പിടുത്തൊന്നുമില്ല. അങ്ങനെ കുറേ ആളുകൾ നമുക്കിടയിലുണ്ട്. എന്താണെങ്കിലും അവരവരുടെ പണി അങ്ങനെ നടത്തിപ്പോട്ടെ. നമുക്ക് നമ്മളുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. ചെലിയിൽ വിളിയിൽ പോട്ടെ, കുരിക്കുന്നവർ കുരുക്കട്ടെ. ഇബ്രാഹിം പുലാമന്തോളം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ നിർത്തട്ടെ. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്മുടെ കൊണ്ടോട്ടിയിലെ നമ്മുടെ വട്ടോളി അബ്ദുൽ ഗഫൂറിൻ്റെ ഇനിയിപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച തന്നെ അദ്ദേഹത്തിൻ്റെയും ട്രാൻസ്പ്ലാന്റ് ഉണ്ടാവും. ഓരോരുത്തരും ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ അല്ലേ. കുറേ വർഷത്തെ വേദനയും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ തീർത്തിട്ട് എൻ്റെയും നിങ്ങളുടെയൊക്കെ വലിയ പരിശ്രമത്തിലൂടെ ആ പഴയ ജീവിതത്തിലേക്ക് അവരുടെ മക്കളുടെ കൂടെ, അവരുടെ കുടുംബങ്ങളുടെ കൂടെ, അവരുടെ ഭാര്യയുടെ കൂടെയൊക്കെ ചിരിച്ചും കളിച്ചും സന്തോഷത്തോടെ അള്ളാഹു ആയുസിട്ട് കൊടുത്ത സമയം വരെ അവർക്ക് ജീവിക്കാൻ സാധിക്കുമെങ്കിൽ അവരുടെ ആ സന്തോഷത്തിന് ഞാനും നിങ്ങളും ഒരു ഷെയർ കൊണ്ടോ ഒരു ലൈക്ക് കൊണ്ടോ ഒരു കമൻറ്റ് കൊണ്ടോ അതല്ലെങ്കിൽ ഒരു രൂപ കൊണ്ടെങ്കിലും പങ്കാളിയാവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം, അതല്ലെങ്കിൽ ഈ ജീവിതം കൊണ്ട് ജീവിതത്തെ അർത്ഥപൂർണ്ണമാക്കുന്നതും ഇത് തന്നെയാണ്. അതല്ലാതെ കുറേ വിമർശിച്ച് ബഹളുണ്ടാക്കി അതൊക്കെ അത് വേറെ വഴിക്ക്. ഇതിലല്ല, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇതുപോലത്തെ ആളുകൾ ചേർത്ത് പിടിക്കുക, ഇത്തരം നന്മകൾ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. മാലിക് നെറ്റിച്ചാടിൻ്റെ 3 കാണുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും സഹകരിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്താണ്. പോട്ടെ. എന്നെ സഹായിക്കും, എനിക്ക് ക്യാൻസറാണ് നോക്കിയാൽ ജസ്ന നാസർ. നമുക്ക് നോക്കാം, ഞങ്ങളെ ബന്ധപ്പെടാം കേട്ടോ. നൗഷാദ്, പിന്നെ വേറെന്താ, കൂലിത്തൊഴിലാളികളായ വിമർശകരുണ്ട്. അതെ, ഇപ്പോൾ കൂലിത്തൊഴിലാളികളാണ് കൂടുതലും. പിന്നെ വേറെന്താ, നവാസ് അവനെ കാണാൻ പറ്റുന്ന വെച്ചിട്ട് താങ്കൾ ചെയ്തു ഇൻഷാ അല്ലാഹ്. യൂസഫ് കേരള ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഒരു സംഭവമാണ് അല്ലേ. അഷ്റഫ് AK, നാസർ കുക്കാക്കട, തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ്. വേറെന്താ, എന്നാൽ ഞാൻ നിർത്തിക്കോട്ടെ. ശരി കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.